Dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the poem Revolving Days by David Malov, Kaleidoscope for semester, Calcutta University, Common English. In our previous video, we discussed about short answer questions. What is the effect of the repetition of forever and forever to describe the lover's devotion early on? അതായത് ഈ ഒരു പോയത്തിൽ റിപ്പീറ്റഡ് വേർഡായിട്ട് ഫോർ എവർ എന്നുള്ള വേർഡ് വരുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് ഈ ഒരു പോയത്തിൽ, അതെങ്ങനെയാണ് ലവറുടെ ഡിവോഷൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ റിപ്പീറ്റേഷൻ ഓഫ് ഫോർ എവർ എംഫസൈസസ് ദ എറ്റേണിറ്റി ഓഫ് ലവ്. അപ്പോൾ ഈ ഒരു വേർഡ് ഫോർ എവർ എന്ന് പറയുന്നത് എറ്റേണിറ്റി ഓഫ് ലവ്, അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ, അവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ അനശ്വരതയാണ് അത് ഊന്നൽ നൽകുന്നത്. ടൈം പാസസ് ആൻഡ് ആസ് ഡേയ്സ് ഗോസ് ബൈ ദ സ്പീക്കർ ഫീൽസ് ദാറ്റ് ഹിസ് ഫീലിങ്സ് ഹാവ് ബീൻ ദ സെയിം. അതായത് കാലം കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി, പക്ഷേ സ്പീക്കർക്ക് ഇപ്പോഴും ആ ഒരു സെയിം ഫീലിംഗ് ആണ്. ആദ്യം താൻ എങ്ങനെയാണോ പ്രണയിച്ചിരുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. How does the shift between past and present in the poem convey the lasting emotional impact of the affair? എങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എങ്ങനെയാണ് ഇതിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെയാണ് ആ ഒരു അഫെയറിൻ്റെ ലാസ്റ്റിങ്, ആ ഒരു അഫെയറിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദ പോം ഷിഫ്റ്റ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വേ മെമ്മറീസ് കപ്പാസിറ്റി ടു കൊളാപ്സ് ടെമ്പറൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു പോം പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ടെമ്പറൽ ഡിസ്റ്റൻസ്, സ്പീക്കറും തൻ്റെ ലവറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൊളാപ്സ് ചെയ്യുന്നത് മെമ്മറീസിലൂടെയാണെന്ന് പറയുന്നുണ്ട്. And underlying melancholy about the transitory nature of youthful relationship is contrasted with the enduring power of memory and poetry to immortalize the past. The speaker recalls the feelings of the past when he purchased the shirts with different colors. The time passes and days go by, but the speaker still feels that love. His feelings remain unchanged. അപ്പോൾ ഇതിൽ ഒരു പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിൻ്റെ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു അഫെയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റിൽ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിൻ്റെ ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതായത് പാസ്റ്റിൽ മെമ്മറീസാണ് ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളായിട്ട് വരുന്നത്. അതായത് അദ്ദേഹം പ്രസൻറ്റിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പാസ്റ്റിൽ അദ്ദേഹം ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് അദ്ദേഹം പർച്ചേസ് ചെയ്തിരുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. Examine how the poem expresses themes of youth and lost love through the experiences and shifting perspective of the speaker. അതായത് ഈ ഒരു പോയത്തിൽ എങ്ങനെയാണ് തീംസ് ഓഫ് യൂത്ത്, അതായത് യൂത്ത്, ലോസ്റ്റ് ലവ്, നഷ്ടപ്രണയം, ഇതൊക്കെ ഒരു തീമായിട്ട് എങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ പോയറ്റിൻ്റെ സ്പീക്കറുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ. The poem expresses themes of youth and lost love through the memories of the speaker. അതായത് നമ്മുടെ സ്പീക്കറുടെ മെമ്മറീസിലൂടെ, ഓർമ്മകളിലൂടെയാണ് ഈ ഒരു പോയം യൂത്ത് എന്ന് പറഞ്ഞ തീം, ലോസ്റ്റ് ലവ്, അതായത് നഷ്ടപ്രണയം, ഇതിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദ സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ എ റൊമാൻറ്റിക് അഫെയർ ഫ്രം യൂത്ത് ദാറ്റ് ഡെസ്പൈറ്റ് എൻഡിങ് ലെഫ്റ്റ് ആൻ ഇൻഡെലിബിൾ ഇംപ്രിൻറ്റ്. അതായത് ഈ ഒരു പോയത്തിൽ തൻ്റെ യൂത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു റൊമാൻറ്റിക് അഫെയറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ദ അഫെയർസ് ഏർലി ഡേയ്സ് വെൻ ദ സ്പീക്കർ ബോട്ട് കളർഫുൾ ഷർട്ട്സ് അറ്റംപ്റ്റിംഗ് ടു ക്രാഫ്റ്റ് എ ഡിസറബിൾ ഐഡൻറ്റി ആസ് ലവർ. ആ ഒരു പ്രണയം പിന്നീട് നഷ്ടമായിട്ടുള്ളത്, ലോസ്റ്റ് ലവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്രണയം എൻഡായിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ആ ഒരു യൂത്തായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് അദ്ദേഹം പർച്ചേസ് ചെയ്തിരുന്നു. താനൊരു ലവർ എന്നുള്ള നിലയിൽ ആ ഒരു ഐഡൻറ്റിറ്റി റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. As the poem progresses, it becomes clear that the speaker and the person he loves are no longer together. He still loves the person to whom he's been speaking.
ഓക്കെ. ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ കഴിയും, നഷ്ടപ്രണയം കാണാൻ കഴിയും. അതുപോലെ അദ്ദേഹം ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം അതിൻ്റെ പോയതിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു അദ്ദേഹം യൂത്തിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ആ ഒരു സെയിം ഫീലിങ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം ഇപ്പോഴും ആ ഒരു തൻ്റെ പ്രണയിനിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, അനലൈസ് ദ ലാംഗ്വേജ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്പീക്കേഴ്സ് ഫീലിങ്സ് ആൻഡ് കറൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ദ എൻഡഡ് ഇൻ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൽ സ്പീക്കറുടെ ഫീലിങ്സ് കൺവേ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് നമ്മുടെ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് അതിനെക്കുറിച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലാംഗ്വേജ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്പീക്കേഴ്സ് ഫീലിങ്സ് ആൻഡ് കറൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ എൻഡ് റിലേഷൻഷിപ്പ് ഈസ് മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ഇൻ ഹിസ് compositions. He uses apostrophe and symbolism to convey the idea that moving on from lost love can be incredibly difficult and even impossible. Next, answer the following questions in 300 words. Examine the role of memory in this poem. How does memory collapse time or bridge past and present? അതായത് ഈ ഒരു പോയത്തിൽ മെമ്മറിയുടെ റോൾ എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിൽ എങ്ങനെയാണ് മെമ്മറി ആ ഒരു ടൈമിനെ അല്ലെങ്കിൽ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിനെ എങ്ങനെയാണ് മെമ്മറി കൊളാപ്സ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Revolving Days by David Malouf reflects on a romantic affair from youth that, despite ending, left an indelible imprint. Transitory nature of youthful relationship is contrasted with the enduring power of memory. The poem shifts between memory's capacity to collapse temporal distance. അപ്പോൾ റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു പോം റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഡേവിഡ് മലൂഫാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ യൂത്തിലുള്ള റൊമാൻറ്റിക് അഫെയറിനെ കുറിച്ചിട്ടാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു പ്രണയം എൻഡ് ചെയ്തതിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ മെമ്മറിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൊമാൻറ്റിക് അഫെയറിനെ കുറിച്ചിട്ടുള്ള മെമ്മറീസ് ഒക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെമ്മറീസ് പാസ്റ്റിലുള്ള ആ ഒരു ടെമ്പറൽ ഡിസ്റ്റൻസിനെ, അതായത് ആ ഒരു കാലയളവിനെ, ആ ഒരു ടൈം പീരീഡിനെ കൊളാപ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. In this poem, the speaker reflects on a time in his past when he fell in love. He calls it a mistake, but it seems as touch. The feelings have stayed with him nonetheless. അപ്പോൾ ഈ ഒരു പോയത്തിൽ സ്പീക്കർ തൻ്റെ പാസ്റ്റിൽ തനിക്കുണ്ടായിരുന്ന ഒരു ലവ് അഫെയറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതൊരു മിസ്റ്റേക്കാണെന്ന്. അപ്പോൾ അദ്ദേഹം അതൊരു മിസ്റ്റേക്കാണെന്ന് പറയാനുള്ള കാരണം അത് എൻഡഡ് ആയിട്ടുണ്ട്. ബട്ട് ഇറ്റ് സീംസ് ആസ് ടച്ച് ദ ഫീലിങ്സ് ആസ് സ്റ്റേഡ് വിത്ത് ഹിം നൺലെസ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെയിം ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട്, ആ ഒരു ലവ് ഫീലിംഗ് ഉണ്ട്, ഇപ്പോഴും അൺചേഞ്ച്ഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ റിക്കോൾസ് ദ ഫീലിങ്സ് ഹി ഫെൽറ്റ് ബട്ട് ഓൾസോ ദ കളേഴ്സ് ഓഫ് ദ ഷർട്ട്സ് ഹി പർച്ചേസ്ഡ് ദെൻ ഫോർ ഹിസ് ന്യൂ ലൈഫ് ആസ് എ ലവർ. പിന്നീട് അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹം ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷർട്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ ഐഡൻറ്റിറ്റി ആസ് എ ലവർ എന്ന് പറഞ്ഞ തൻ്റെ ഐഡൻറ്റിറ്റി റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സംടൈംസ് he feels like he's right back there in the relationship again. The time passes and days go by, but the speaker still feels that his love, അതായത് ഒരുപാട് കാലം കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി, പക്ഷേ ഇപ്പോഴും നമ്മുടെ സ്പീക്കറിന് ആ ഒരു സെയിം ലവ് ഫീലിംഗ് അദ്ദേഹം ഫെൽറ്റ് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. His feelings remain unchanged. In the end, he assures her that he will not reappear in her life and doesn't mean to cause any discomfort. He expects nothing from her and does not expect to hear from her. ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീലിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു ലവ് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആണ്, ഇപ്പോഴും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയത്തിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, സ്പീക്കർ ആ ഒരു പ്രണയിനിക്ക് ഉറപ്പ് നൽകുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ ലൈഫിലേക്ക് വന്ന് നിന്നെ ഡിസ്കംഫേർട്ട് ആക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല, ഈ ഒരു എഴുത്തിൻ്റെ മറുപടി പോലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെമ്മറീസ് ഈ ഒരു പോയത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. മെമ്മറീസിലൂടെയാണ് ആ ഒരു ടൈം പീരീഡിനെ, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിനെ, അതായത് ആ ഒരു ടെമ്പറൽ ഡിസ്റ്റൻസിനെ കൊളാപ്സ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.